അബു ന്യൂസ് എഡിറ്റർ കൂടി ചേരുകയാണ്. കിരൺ, ഡൽഹിയിലെ റിപ്പോർട്ടിംഗ് സമയത്ത് ഒരുപാട് അടുത്ത ബന്ധം പോലും സീതാറാം യെച്ചൂരിയുമായിട്ട് വെച്ച് പുലർത്തുവാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ കമന്റുകൾ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് CPM-ന്റെ ദേശീയ മുഖം നഷ്ടമായി. ഇനി ആരാണ് ഒരു ദേശീയ മുഖമായിട്ട് CPM-നുള്ളത് എന്ന ചോദ്യമാണ്. അത് പ്രസക്തമായ ഒരു കാര്യവുമാണല്ലോ. കാരണം കഴിഞ്ഞ 9 വർഷം എന്ന് പറയുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്ന ഒരു സമയമാണ്. കേന്ദ്രത്തിൽ BJP വിരുദ്ധ മുന്നണി കെട്ടിപ്പടുക്കുവാൻ പലതവണ ശ്രമം നടത്തിയതാണ്. പരാജയപ്പെട്ടു ആദ്യത്തെ 2 തവണയും. 3-ാം തവണ അതിൻ്റെ ഒരു വിജയത്തിൻ്റെ അടുത്തുവരെ കൊണ്ടുചെന്ന് എത്തിക്കുവാനും കഴിഞ്ഞു. ഈ സമയത്തൊക്കെ സീതാറാം യെച്ചൂരിയുടെ പേര് എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന നേതാവായി തന്നെ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീറ്റ് എണ്ണത്തിൻ്റെ കാര്യത്തിലല്ല, അതിൽ CPM പിന്നോട്ട് പോയ ഒരു കാലം തന്നെയായിരുന്നു. പക്ഷെ ഒരു ദേശീയ മുഖമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പകരം ആര് എന്നുള്ള ചോദ്യം വരികയും ചെയ്യുന്നുണ്ട്. മനുഷ്യ എന്നതൊരു പ്രധാനപ്പെട്ട വിഷയം CPM-ന്റെ പാർലമെന്ററി പാർട്ടിയിലെ ഉള്ള ആളുകളുടെ എണ്ണം വെച്ചല്ല CPM-നോ അല്ലെങ്കിൽ ഇടതു പാർട്ടികൾ, പ്രത്യേകിച്ച് CPM, CPI നേരത്തെ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഫോർവേഡ് ബ്ലോക്കും RSPയും എല്ലാം 4 പാർട്ടികൾ ചേരുന്ന ആ മുന്നണിക്കുണ്ടായിരുന്നത്. അതിന് സവിശേഷമായ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാകുന്നത് ഒന്നാമത്തെ കാരണം അവരെടുക്കുന്ന നിലപാടുകളാണ്. അവരെടുക്കുന്ന നിലപാടുകൾ ദേശീയ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു മതേതര ചേരിയെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള, അത് ഐക്യമുന്നണി സർക്കാരിൻ്റെ കാലത്തുള്ള നിലപാടായാലും ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്തുള്ള നിലപാടായാലും ആ നിലപാടുകളാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇത്തരം പാർട്ടികളെല്ലാം തന്നെ പ്രാദേശിക പാർട്ടികളെല്ലാം കൂട്ടിയോജിപ്പിക്കാൻ കഴിവുള്ള നേതാക്കൾ ഉണ്ടായിരുന്നു എന്നാണ്. ഈ യെച്ചൂരിക്ക് ആ കഴിവിലേക്ക് യെച്ചൂരി വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ, ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മുന്നണി നെയ്ത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പേരെടുക്കാൻ കഴിയുന്നത് ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ പേരാണ്. അത് ഐക്യ മുന്നണി സർക്കാരിന്റെ കാലത്തായാലും ഈ ഒന്നാം UPA സർക്കാരിന്റെ കാലത്താണെങ്കിൽ കോൺഗ്രസ് അവരുടെ NDA മുന്നണിക്കായിരുന്നു കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്നത്. കോൺഗ്രസ് അങ്ങനെ ഒരു സർക്കാർ രൂപീകരണത്തിന് പോലും കോൺഗ്രസ് അങ്ങനെ പ്രതീക്ഷയില്ലായിരുന്ന സ്ഥലത്ത് സോണിയാഗാന്ധിയെ കണ്ട് പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളെല്ലാം വിളിച്ച് അവരുടെ പിന്തുണ ഉറപ്പാക്കുന്നു. ഇടതു പാർട്ടികൾ പുറത്തുനിന്ന് ആ UPA പിന്തുണയ്ക്കുന്നു. അങ്ങനെ ഒരു ഭരണം, സർക്കാർ രൂപീകരണത്തിന് സാധ്യമാക്കിയത് സുർജിത്ത് എന്ന് പറയുന്ന നേതാവാണ്. സുർജിത്തിന്റെ പ്രത്യേകത സോണിയാഗാന്ധിക്കും ഒരേപോലെ വിശ്വസ്തനാണ്. അതോടൊപ്പം തന്നെ മുലായം സിംഗ് യാദവ് ആയാലും ലാലു പ്രസാദ് യാദവ് ആയാലും മമതാ ബാനർജി ആയാലും കരുണാനിധി ആയാലും ചന്ദ്രബാബു നായിഡു ആയാലും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശരത് പവാർ, അങ്ങനെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. അവരുമായി വ്യക്തിപരമായി തന്നെ സംസാരിക്കാനുള്ള ശേഷിയുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർക്ക് തിരിച്ച് സുർജിത്തിനെ വിശ്വാസം കൂടിയാണ്. അവരെ അധികാരം പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങൾക്ക് ഏതെങ്കിലും ഒരു അധികാരത്തിന് വേണ്ടിയല്ല ഇവരിങ്ങനെ ഒരു നീക്കം നടത്തുന്ന വിശ്വാസമുണ്ട്. അങ്ങനെ സുർജിത്തിന് ഒപ്പം നിന്ന ഒരു നേതാവാണ് എല്ലാ കാലത്തും സീതാറാം യെച്ചൂരി. അതുകൊണ്ട് സീതാറാം യെച്ചൂരിയുടെ പ്രത്യേകത മറ്റ് CPM നേതാക്കളെക്കാളേറെ ഇന്ത്യയിലെ മറ്റ് എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുമായിട്ടും ഈ തരത്തിലുള്ള വ്യക്തിബന്ധമുണ്ട്. ഒരു ചെറിയ ഉദാഹരണം തന്നെ പറയാം. ഈ ഒന്നാം UPA സർക്കാരിൻ്റെ കാലത്ത് ആണവ കരാറിൻ്റെ വിഷയത്തിൽ പിന്തുണ പിൻവലിക്കാനുള്ള തീരുമാനം വരുന്നു. പിന്തുണ പിൻവലിക്കുന്നതിനെ കുറിച്ച് പിന്നീട് സീതാറാം യെച്ചൂരി തന്നെ ഈ പാർട്ടി കോൺഗ്രസ് 2015 പാർട്ടി കോൺഗ്രസിൽ, വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം ആ ഒരു രേഖ കേന്ദ്ര കമ്മിറ്റിയിൽ വിയോജിപ്പോടുകൂടി അവതരിപ്പിച്ച രേഖയൊക്കെ ഉണ്ട്. അതിലടക്കം അദ്ദേഹം പറയുന്നുണ്ട് ശരിയായ സമയത്തല്ല അന്ന് നമ്മൾ പിന്തുണ പിൻവലിച്ചത്. ആണവ കരാർ നടപ്പാവുകയും ചെയ്തു, പിന്തുണ പിൻവലിക്കുകയും ചെയ്തു, സർക്കാർ ഭൂരിപക്ഷം നേടി വീണ്ടും ഭരണം തുടരുകയും ചെയ്തു. അദ്ദേഹത്തിന് അന്ന് പ്രധാന ഒരു വിഷയമായി ചൂണ്ടിക്കാണിക്കുന്നത് CPM-നെ എല്ലാ കാലത്തും വിശ്വസിക്കാവുന്ന ഒരു അലേ എന്ന് പറയുന്നത് മുലായം സിംഗ് യാദവ് ആയിരുന്നു. മുലായം സിംഗ് യാദവിൻ്റെ വിശ്വാസത്തിൽ എടുക്കുന്നതിനപ്പുറത്തേക്ക് അന്ന് മായാവതി വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രകാശ് കാരാട്ട് ഒരു നീക്കം നടത്തി. മായാവതി വിശ്വാസം എടുത്തപ്പോൾ ഉണ്ടായ പ്രശ്നം അവസാന നിമിഷം വരെ ഒപ്പം നിന്നിരുന്ന, എനിക്ക് തോന്നുന്നു ദേവരാജനൊക്കെ അത് കൂടുതൽ കൃത്യമായി അറിയാവുന്നതാണ്, ഒപ്പം നിന്നിരുന്ന മുലായം സിംഗ് യാദവ് അമർ സിംഗ് അമേരിക്കയിൽ നിന്ന് മടങ്ങി വരുന്നതോടുകൂടി അവരുടെ നിലപാട്, ആണവ കരാറിനുള്ള നിലപാട് മാറുന്നു. അപ്പോൾ ഇത്തരം കാര്യത്തിലൊക്കെ ഈ നേതാക്കൾ എടുക്കുന്ന നിലപാടുകൾ, പ്രാദേശിക പാർട്ടികളുടെ നേതാക്കൾ എടുക്കുന്ന നിലപാടുകൾ ഏതൊക്കെ സാഹചര്യത്തിൽ മാറില്ല എന്നത് കൃത്യമായി കൂടി അറിയാവുന്ന പ്രായോഗിക രാഷ്ട്രീയം കൂടി വേണം. അത്തരമൊരു നേതാവാണ് സീതാറാം യെച്ചൂരി. അതുകൊണ്ട് തന്നെയാണ് ഈ പുതിയ കാലത്തും ഇന്ത്യ മുന്നണി രൂപീകരണം വരുമ്പോഴും, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ അകത്തുണ്ടോ CPM എന്ന് ചോദിച്ചാൽ അകത്തില്ല, പുറത്താണോ എന്ന് ചോദിച്ചാൽ ഇല്ല, എങ്ങൊക്കെ വരുമ്പോഴും ഇന്ത്യ മുന്നണി നേതാക്കന്മാരുടെ നിരയെടുക്കുമ്പോൾ സീതാറാം യെച്ചൂരിക്ക് സവിശേഷമായ സ്ഥാനം കിട്ടുന്നത് ഈ നേതാക്കളെയൊക്കെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന കോൺഗ്രസിനാണെങ്കിൽ അതിനടുത്ത് ബഹുമാനവും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് അല്ലേ? അത് തന്നെയാണല്ലോ രാഹുൽ ഗാന്ധി എപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പ്രതിപാദിക്കുന്ന ഒരു പേരായി സീതാറാം യെച്ചൂരി മാറുന്നുമുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസമാണ് സോണിയാഗാന്ധിയെ സന്ദർശിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഏത് സമയത്തും ആ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുകയുണ്ടായി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ദേവരാജൻ പറഞ്ഞു, ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദമൊക്കെയുണ്ട്, പാർട്ടി അണികൾക്ക് അദ്ദേഹത്തെ വലിയ കാര്യവുമാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഈ 2015 അദ്ദേഹത്തിന്റെ വരവ് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നതും കേരളത്തിൽ നിന്ന് തന്നെയാണല്ലോ. അതൊരു ചരിത്രപരമായ ഒന്ന് തന്നെയായിരുന്നു.
അത് ഈ കേരളത്തിലെ നേതൃത്വത്തിന്റെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ ശ്രമം വിജയം കണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുമായിരുന്നില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ കൂടി പറയേണ്ടി വരും. പ്രകാശ് കാരാട്ട് 2005 ഡൽഹി പാർട്ടി കോൺഗ്രസിലാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. അന്ന് പാർട്ടിയുടെ പൊതുവായ തീരുമാനം, അതിനു മുമ്പ് തന്നെ പാർട്ടി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ധാരണയിലേക്കൊക്കെ എത്തിയിരുന്നു. അടുത്ത ജനറൽ സെക്രട്ടറി ആവേണ്ടത് പ്രകാശ് കാരാട്ടാണ്. പ്രകാശ് കാരാട്ടിനായിരുന്നു സംഘടനാ ചുമതല നൽകി. ആരായിരുന്നു അടുത്ത ജനറൽ സെക്രട്ടറി ആവേണ്ട, അവർക്ക് സംഘടനാ ചുമതല നൽകുന്ന പോളിറ്റ് ബ്യൂറോ അംഗമായി നിലനിർത്തുക എന്നുള്ളതാണ് CPM-ന്റെ ഒരു കീഴ്വഴക്കം. എന്നാൽ അതിനുശേഷം അന്ന് വരെ തമ്മിൽ വലിയ ഐക്യത്തിലുമൊക്കെ പോയതാണ്. പിന്നീട് ഏകദേശം 1-2 പാർട്ടി കോൺഗ്രസ് ആയപ്പോഴേക്കും രണ്ടുപേരും ഏകദേശം 2 ധ്രുവങ്ങളിൽ തന്നെ എത്തിയിരുന്നു. സ്വാഭാവികമായും കാരാട്ടിന്റെ പിന്തുണക്കായി വരേണ്ടത് സീതാറാമാണ്. പക്ഷേ സീതാറാമിന്റെ പേരല്ല വന്നത്. സീതാറാമനായിരുന്നില്ല സംഘടന ചുമതല നൽകിയതും. അത് SRPക്കായിരുന്നു നൽകിയത്. കേരള ഘടകത്തിന്റെ പിന്തുണയും അന്നുണ്ടായിരുന്നത് SRPക്കാണ്. വലിയൊരു വിഭാഗത്തിന്റെ ഒക്കെ പിന്തുണ. അന്ന് കാരാട്ട് പക്ഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അങ്ങനെ പക്ഷമുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്തായാലും കാരാട്ടിനെ അനുകൂലിക്കുന്നവരുടെ ഒക്കെ പിന്തുണ അന്ന് SRPക്കായിരുന്നു. അന്ന് യഥാർത്ഥത്തിൽ സീതാറാം യെച്ചൂരിയെ പിന്തുണയ്ക്കാൻ ബംഗാൾ 2011 പരാജയപ്പെട്ടു. ആ ബംഗാൾ ഘടകത്തിന്റെ ശക്തി വല്ലാത്ത ചോർന്നു. കേരള ഘടകത്തിന്റെ ശക്തി വർദ്ധിച്ചു. അങ്ങനെ ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് ആലോചിക്കണം. അവിടെ 2015 ആദ്യ ദിവസങ്ങളിലൊന്നും തന്നെ പാർട്ടി കോൺഗ്രസിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും എത്താൻ, ധാരണയിലേക്കൊന്നും എത്താൻ കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ഈ VS-ഉം യെച്ചൂരിയും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ കൂടി, VS-ന്റെ ഒരു തന്ത്രജ്ഞത കൂടിയുണ്ട് ആ വിഷയത്തിൽ. യെച്ചൂരി എടുക്കെ അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു തീരുമാനം എത്തുന്നില്ലെങ്കിൽ പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മത്സരമാവാം എന്നുള്ളൊരു നിർദ്ദേശം വെക്കുന്നത് തന്നെ VS അച്യുതാനന്ദനാണ്. അങ്ങനെ വേണമെങ്കിൽ താൻ തന്നെ അത് നിർദ്ദേശിക്കാം എന്നുള്ളൊരു നിർദ്ദേശം അടക്കം വരുന്നു. അങ്ങനെ യെച്ചൂരി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നില്ലെങ്കിൽ പാർട്ടി കോൺഗ്രസിൽ മത്സരം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതുകൂടി കണ്ടാണ് ഈ അവസാനം പാതിരാത്രി വരെ നീളുന്ന PB യോഗമാണ്. അവിടെയും തീരുമാനം വരുന്നില്ല. പിറ്റേന്ന് രാവിലെ വീണ്ടും PB യോഗം കൂടുന്നു. അങ്ങനെയൊക്കെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ആ തീരുമാനത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്, യെച്ചൂരി അന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ PBയുടെ പേര് യെച്ചൂരി അല്ല SRP ആണെങ്കിൽ പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മത്സരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് സ്വാഭാവികമായും SRP അങ്ങനെ ഒരു മത്സരത്തിന് തയ്യാറാവുന്ന ഒരു നേതാവല്ല. അദ്ദേഹം അതിന് തയ്യാറാവില്ല എന്നത് ഒരു ഘടകം. രണ്ടാമത്തെ ഘടകം, അങ്ങനെ മത്സരം ഉണ്ടായി കഴിഞ്ഞാൽ ആര് ജയിക്കും എന്നുള്ളൊരു വിഷയം വരുന്നു. സ്വാഭാവികമായും പാർട്ടിയിൽ അതൊരു ഭിന്നതയിലേക്കൊക്കെ വരും. അത്തരമൊരു സാഹചര്യം കൂടിയൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ 2015 വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്. അതിനുശേഷം നടക്കുന്ന പാർട്ടി കോൺഗ്രസിലും മണിക് സർക്കാരിൻ്റെ പേര്, യെച്ചൂരിക്ക് പകരമായി മണിക് സർക്കാരിൻ്റെ പേരൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അവിടെയും യെച്ചൂരിക്ക് ഒരു മെയ്വഴക്കത്തോടു കൂടി തന്നെ യെച്ചൂരിയുടെ പേര്, എന്നുവെച്ചാൽ അന്ന് മണിക് സർക്കാർ ത്രിപുര ഭരണമൊക്കെ നഷ്ടപ്പെടുത്തി നിൽക്കുന്ന ഘട്ടമാണ്. അങ്ങനെ ഒരു ഭരണം നഷ്ടപ്പെടുത്തി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ, ഒരു മുൻ മുഖ്യമന്ത്രിയാണോ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് വരേണ്ടത്? അത് പാർട്ടിക്ക് ഇന്ത്യയിലാകമാനം തിരിച്ചടിയാവില്ല എന്നുള്ള ചോദ്യമൊക്കെ യെച്ചൂരി ഉയർത്തുന്നതും യെച്ചൂരിക്ക് തന്നെ വീണ്ടും അവസരം കിട്ടുന്നു. കണ്ണൂർ പാർട്ടി സമ്മേളനത്തിൽ അങ്ങനെ, പാർട്ടി കോൺഗ്രസിൽ അങ്ങനെയല്ല. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായി എതിർപ്പില്ലാതെ 3-ാം തവണ ഇനി എന്തായാലും യെച്ചൂരി തന്നെ എന്നുള്ള ലെവലിലേക്ക് എത്തി. പക്ഷേ അപ്പോഴും യെച്ചൂരിക്ക് സാധാരണ CPM ജനറൽ സെക്രട്ടറിമാർക്കാണ് PBയിൽ ഭൂരിപക്ഷം, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിലാണ് ഭൂരിപക്ഷം ഉണ്ടെന്നൊക്കെ പാർട്ടി ഔദ്യോഗികമായി സമ്മതിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി ആയിരുന്നില്ല സീതാറാം യെച്ചൂരി ഈ അവസാന കാലം വരെയും പാർട്ടി CPM-ന്റെ PBയിൽ. ശരി, അത് ഈ